ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഗീതമ്മ മോഹനൻ. ഞാൻ കോട്ടയം ജില്ലയിലെ മണിമല എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. അമ്മ മാതാവ് പ്രതിഷ്ഠപ്പെട്ട പരിശുദ്ധമായ ഈ ആൾത്താരിൽ വന്നെന്ന് ഞാൻ സാക്ഷ്യം പറയുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതിന് ഭാഗ്യം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് ഇടപെട്ട രണ്ട് സാക്ഷ്യങ്ങളെപ്പറ്റി പറയുവാനാണ്. എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എൻ്റെ മോന് വിദേശത്ത് ഒരു ജോലി കിട്ടിപ്പോയായിരുന്നു. അപ്പം അവൻ പോയത് തൊട്ട് 3-4 ദിവസമായിട്ട് എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്. അപ്പോൾ അവൻ പോയതിൻ്റെ വിഷമമാണെന്നോർത്ത് ഞാനിരുന്നു. അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ECG വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു എവിടെയെങ്കിലും കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം, ECG വേരിയേഷൻ കാണിക്കുന്നുണ്ടെന്ന്. പിറ്റേ ദിവസം വേറൊരു കാർഡിയോളജിസ്റ്റിനെ ഇപ്പോൾ കണ്ടു. അവിടുന്ന് ECG എടുത്തു, എക്കോ എടുത്തു, TMD എടുത്തു. അത് കഴിഞ്ഞ് ആൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ എൻ്റെ ഹാർട്ടിന് 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു 6 മാസം മരുന്ന് കഴിച്ചാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എനിക്ക് ചെസ്റ്റ് പെയിനായി. ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. ഡേറ്റ് ഫിക്സ് ചെയ്തു. ഞാൻ തലേ ദിവസം ഇവിടെ വന്ന് ബഹുമാനായ ജോസഫച്ചനെ കണ്ട് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ച കാശ് രൂപമൊക്കെ തന്ന് പോയി. പിറ്റേ ദിവസം ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തു. ഉച്ചയായപ്പോഴാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ വെളിയിൽ ഹസ്ബൻഡും ചേച്ചിയാണ് നിന്ന്. ഹസ്ബൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞായിരുന്നു ഇത് താത്ത് വെക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന്. എല്ലാം കഴിഞ്ഞ് ICU കിടത്തി. 4 മണിയായപ്പം ബൈസ്റ്റാൻഡേഴ്സിനെ ഒരാളെ കയറ്റിക്കൊണ്ട് വരുമായിരുന്നു യൂറിനൊക്കെ എടുത്ത് കളയാൻ വേണ്ടി. അപ്പോൾ ചേച്ചി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാശ് രൂപം എൻ്റെ കൊണ്ടു തരണമെന്ന്. ചേച്ചി കൊണ്ടു തന്നു. ഞാൻ തലയ്ക്ക് വെച്ചുകൊണ്ടാണ് കിടന്നത്. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഷുഗർ പ്രഷർ എല്ലാം താന്നുപോയി. വല്ലാത്തൊരു സ്റ്റേജിലാണ്. എന്തോ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാനവിടെ മാതാവേ എന്ന് ഉറക്കെന്ന് വിളിച്ചത് എനിക്കറിയാം. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റേഴ്സും ഡ്യൂട്ടി ഡോക്ടറും എല്ലാവരും ഉണ്ട്. ഡോക്ടർ കാർഡിയോളജിസ്റ്റ് മെയിൻ ഡോക്ടറെ വിളിച്ച് പറയുന്നത് കേട്ടു. ഭയങ്കര അതിശയമാണ്. എത്രയും പെട്ടെന്ന് ഞാൻ മാതാവിനെ വിളിച്ചു, എല്ലാവരും കേട്ടു. എത്രയോ പേഷ്യൻ്റ് സ്റ്റേബിളായെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഓക്കെ ആയി. സിസ്റ്റർമാരുടെ അടുത്ത് വന്നു. സിസ്റ്റർമാർ പറഞ്ഞു മാതാവ് തിരിച്ചു കൊണ്ടുവന്നതാണ് അമ്മച്ചിയെ കേട്ടോ, ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ തലക്കീൽ മാതാവ് കൃപാസന മാതാവ് ഇരിപ്പുണ്ട്, എൻ്റെ അത് കൈ കൊണ്ട് തരാൻ പറഞ്ഞു. എൻ്റെ കൈ പിടിച്ചു തന്നു. പിറ്റേ അതുപോലെ തന്നെ ICUവിൽ ഞങ്ങൾ കർട്ടനൊക്കെ ഇട്ടിരിക്കുകയാണ്. 6 പേരകത്ത് കിടപ്പുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും എന്നെ വിളിച്ച് ചോദിച്ചു ഇന്നലെ എന്നതാണ് സംഭവിച്ചത്, കൃപാസന മാതാവ് ഇവിടെ വന്നല്ലേ? ഞാൻ പറഞ്ഞു വന്നു. പിറ്റേ ദിവസം 3-ാം ദിവസം എന്നെ ICUവിൽ നിന്ന് ഇറക്കിയപ്പോഴും വാർഡിൽ കിടന്നവരൊക്കെ അന്ന് ICU കിടന്നതിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാം എൻ്റെ അടുത്ത് വന്ന് കൃപാസന അതിനെ വിളിച്ചു വരുത്തിയ ആളാണെന്ന് പറഞ്ഞു. എല്ലാവരോടും എന്നോട് വന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു മാതാവിൻ്റെ ഇടപെടൽ എന്നിലുണ്ടായി. അതുപോലെ തന്നെ 3-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. ഞാൻ അതുപോലെ ഒക്ടോബർ മാസത്തിലായിരുന്നു ജപമാല മാസം. ഞാൻ എന്നും ജപമാല ചൊല്ലുമായിരുന്നു. 12, 20 വയസ്സിൽ ഒരു ദിവസം കിടന്ന് 30 പ്രാവശ്യം ഞാൻ ജപമാല ചൊല്ലി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങി, കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയപ്പം 40 ജപമാല ഇന്ന് ചൊല്ലണമെന്ന് പറയുന്നതായിട്ട് തോന്നി. ഞാൻ ഉടനെ ചോദിച്ചു, എൻ്റെ അമ്മ മാതാവേ 40 ജപമാല എപ്പം ചൊല്ലി തീർക്കും, എനിക്ക് ഉറങ്ങണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ വിളിച്ച സമയത്ത് ഞാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റിരുന്ന് ചൊല്ലി. ഞാൻ 40 ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ അമ്മ മാതാവ് എൻ്റെ ICUവിൽ വന്ന സമയം 10:45 സമയമായിരുന്നു. അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നു. അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് ഒരു സാക്ഷ്യം കൂടെ പറയാനുള്ളത്, എൻ്റെ മോന് ജോലിക്ക് പോയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് വീട് ജപ്തിയൊക്കെ ആയി പോകുന്ന അവസരത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് അത്ഭുതകരമായിട്ട് എനിക്ക് വീട് വിൽപ്പനയൊക്കെ നടന്ന് എന്നെ സഹായിച്ചതാണ്. അപ്പം മോന് +2 കഴിഞ്ഞ് വിദ്യാഭ്യാസമൊന്നും പിന്നെ കൊടുക്കാൻ പറ്റിയില്ല. ITIക്കൊക്കെ വിട്ടു. അന്നേരമാണ് കൊറോണ വരുന്നത്. കോളേജ് 1 മാസത്തേക്ക് അടച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാരണം മോൻ പറഞ്ഞമ്മേ അടുത്തൊരു കമ്പനിയുടെ ഓഫീസിൽ 10,000 രൂപ ശമ്പളമുള്ളൊരു ജോലി കിട്ടും, ഞാനെന്നാൽ അതിന് പോവാം, അമ്മയും അച്ചാച്ചനെ സഹായിക്കാമല്ലോ. അങ്ങനെ അവൻ ആ ജോലിക്ക് പോയി.
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അവന് വിദേശത്തേക്കൊക്കെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പഠിത്തമൊന്നും ഇല്ലല്ലോ. ഞാനിവിടെ എല്ലാ മാസവും വരുമ്പോൾ ഞാനിവിടെ കാണുന്നതാണ്. നേഴ്സിംഗൊക്കെ പഠിച്ചിട്ടും നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള മക്കളൊക്കെ അച്ഛനെ കാണുവാനും വിദേശത്ത് പോകാനായിട്ടും ഒക്കെ ഉടമ്പടി എടുത്തും പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാനിവിടെ വന്ന് അമ്മ മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയുമായിരുന്നു, അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞിന് എനിക്ക് വിദ്യാഭ്യാസം പോലും കൊടുക്കുവാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ജൂലൈ മാസം ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള, എനിക്ക് ആളിനെ ശരിക്കും അറിയത്തില്ല, അവർ ഫാമിലിയായിട്ട് വിദേശത്താണ് വർഷങ്ങളായിട്ട്. അങ്ങനെ ഒരാൾ 10 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരികയും അവർ വരുന്ന സമയത്ത് അവരെ വണ്ടിയിലൊക്കെ കൊണ്ട് നടക്കുന്ന എൻ്റെ മരുമോനാണ് ഡ്രൈവറായിട്ട്. അപ്പോൾ ആ മരുമോന് ആ സാറിനോട് എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ 2 മണിയാകുമ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. ആൾ 10 ദിവസത്തെ അവധിക്ക് വന്നതാണ്. അപ്പം മോന് മാതാവിനെ നല്ല വിശ്വാസമാണ്. മോൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂവിന് പോവാം, അമ്മ പ്രാർത്ഥിക്കണേ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ തൈലും ഉപ്പും ഒക്കെ കൊണ്ട് വേണം മോൻ പോകാൻ, തേനും ഒക്കെ വായിൽ വേണം പോകാൻ. അവനങ്ങനെ പോയി. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേ ആ സാറ് പറഞ്ഞു, അശ്വിൻ കൂടെ പോരുന്നോ എന്നാണ് ചോദിച്ചത്. അത് കേട്ടപ്പോഴത്തേനും ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും കയ്യിലില്ല, എങ്ങനെ പെട്ടെന്ന് പോകും. അന്നേരം ആളിൻ്റെ കൂട്ടത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നത്, കൂട്ടത്തിൽ പോവുകയാണെങ്കിൽ ഷോമണിയൊന്നും കാണിക്കണ്ട, അല്ലേ അതൊക്കെ കാണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം അവിടുന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേ മോൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ നമുക്ക് നാളെ കൃപാസനത്തിൽ പോകണം വെളുപ്പിനെ. അപ്പോൾ ഞാനും മോനും കൂടെ വെളുപ്പിന് 3 മണിയായപ്പം ഇവിടെ വന്നു. ഞങ്ങൾ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഈ ഫ്രണ്ടിൽ നിന്ന് ഞാൻ മുട്ടേ നിന്നു. മോനെയും മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് ഞാനൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോയി. പിറ്റേ ദിവസം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആൾ തന്നെ എല്ലാം വിസയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. പ്ലെയിൻ ടിക്കറ്റിന് ഒരു 20 രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ. അത് മോള് സ്വർണം പണയം വെച്ച് തന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ എൻ്റെ മോന് പോവുകയും പിറ്റേ ദിവസം തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ 22 ഡിസംബർ 14-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് അന്ന് മുതൽ ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. കൃപാസനത്തിൻ്റെ പത്രം മേടിച്ചുകൊണ്ട് പോകും. ആശുപത്രികളിലും ബസ് സ്റ്റാൻഡിലും പിന്നെ വണ്ടിയെ പോകുന്നിടത്തും ഒക്കെ കൊണ്ടു നടന്ന് കൊടുക്കും. പിന്നെ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ഉണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കും. പിന്നെ ബൈബിൾ വായിക്കും. പിന്നെ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അത് ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിലും പറഞ്ഞതാണ്. അതിൽ നിന്നൊരു 500 രൂപ കിട്ടും. എന്നോട് ധനസഹായമൊക്കെ ചോദിക്കുന്നവർക്കോ രോഗികൾക്കോ ഒന്നും ഇല്ലാതെ വീട്ടിൽ ബുദ്ധിമുട്ടുന്നവർക്കോ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ ആരെൻ്റെ അടുത്ത് വന്നു ചോദിച്ചാലും ഞാൻ എൻ്റെ കയ്യിലുള്ളത് 10 രൂപയാണെങ്കിൽ പോലും അത് കൊടുക്കും. അങ്ങനെയൊക്കെ സഹായിക്കാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യപ്രവൃത്തികൾ. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനം അരുളി ചെയ്യുന്നു, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴിയുണ്ടായി. ഈ കൃപയിലെ നിറവാണ് ഇവിടെ വന്ന് അനുഭവ സാക്ഷ്യങ്ങളായിട്ട് ഓരോ വ്യക്തികളും പങ്കുവയ്ക്കുക. യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ആ കൃപയുടെ അനുഭവം, തൻ്റെ രോഗസൗഖ്യം, ICUവിൽ തനിക്ക് എങ്ങനെ പരിശുദ്ധ അമ്മ തനിക്ക് എങ്ങനെ സാന്നിധ്യമായിട്ട് വന്നു, അതുമൂലം ആ ICUവിലുണ്ടായിരുന്നവരും അതുപോലെ അവിടെ തന്നെ പരിചയമുള്ളവരുമൊക്കെ എങ്ങനെയാണ് അവരോട് പരിശുദ്ധ അമ്മ, പരിശുദ്ധ കൃപാസന മാതാവിനെക്കുറിച്ച് തനിക്ക് പറയുവാൻ സാധിച്ചു. അവർക്കെല്ലാവർക്കും അവിടെ ഒരു സാക്ഷ്യമായി ഈ മകൾ മാറുകയാണ്. അമ്മയുടെ ഉടമ്പടി കാശ്രൂപവും തൈലവും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ അമ്മ സാന്നിധ്യ അനുഭവമായിട്ട് ഈ മകൾക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ തൻ്റെ മകൻ്റെ ജോലി സാധ്യതകൾ, മകനെ പഠിപ്പിക്കാൻ പറ്റാത്തതിൽ വേദനിക്കുന്ന ഒരമ്മയുടെ ഹൃദയം, അത് പരിശുദ്ധ അമ്മ അറിഞ്ഞ് അമ്മ എങ്ങനെയാണ് ഉടമ്പടിയുടെ ഉടനടി അനുഭവമായിട്ട് ആ മകന് ജോലി സാധ്യതകൾ ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്നൊന്നില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഓരോന്നായി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുക. തങ്ങൾക്കൊരിക്കലും സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ
അത് ഉടമ്പടിയിൽ വെച്ച് കഴിയുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഫലമുണ്ടാകുന്നത്? ഈ കുടുംബത്തെ സമർപ്പിച്ച് കൃപയ്ക്കുമേൽ കൃപ ഇവരുടെ മേൽ ചൊരിയപ്പെട്ട ഓരോ നിമിഷങ്ങൾക്കും ഇന്ന് തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തത് മുതൽ പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ തനിക്കും തൻ്റെ കുടുംബത്തിനും അനുഭവിക്കുവാൻ കഴിയുന്നു എന്ന് ഗീതാമോഹനൻ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.